നമസ്കാരം. നമ്മുടെ അടുത്ത ഒരു കമൻറ്റിനുള്ള ഒരു മറുപടി പോസ്റ്റാണിത്. അതായത് നമ്മൾ ചീര കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്ന ഒന്നാണ്, കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൽ നിന്ന് വിളവുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത്. പല വീഡിയോസിലും അത് റിപ്പീറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഒരു യൂസർ ഒരു കമൻറ്റ് ഇട്ടതാണ്, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ചെടി അഴുകിപ്പോയി, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചിരുന്നു. അതിന് നമ്മൾ പ്രധാനമായും ഒരു റീസൺ ഉണ്ട്. നമ്മളത് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. കട്ട് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് താഴ്ത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെടി കിളിർക്കില്ല, അത് അഴുകിപ്പോകും. അതേസമയം അതിൻ്റെ 2-3 കിളിർപ്പ് ചെറിയ മുകുളങ്ങളുണ്ടാവും, സബ് ബ്രാഞ്ചസ് വരുന്നതുണ്ടാവും. അത് നിർത്തി വേണം നമ്മൾ കട്ട് ചെയ്യാൻ, എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വീണ്ടും ആ ചെടി വളരുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ആ വിഷയം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. കമൻ്റ് ഇട്ട് കഴിയുമ്പോൾ പലർക്കും അത് റീച്ച് ആകുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തന്നെയല്ല, നമുക്ക് ഒരുപാട് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്, പുതിയ യൂസേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് കൂടി പ്രയോജനം ചെയ്യട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഒരു തവണ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ കൂടി വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഇടുന്നത്. പലർക്കും അത് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കമൻസാണ് കാണുന്നത്. നിങ്ങൾക്കത് വേണ്ട എങ്കിൽ പറയുക, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നതാണ്, കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കുന്നതിലും നല്ലത് നമ്മൾ ഇതുപോലെ ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് എടുത്തിടുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനത് വിഷയം ഒന്ന് പറയാം. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പച്ചച്ചീരയുടെ കേസാണിത്. പച്ചച്ചീര ഞാനിത് രാവിലെ കട്ട് ചെയ്തു. വെറും 5 ചെടി തന്നെ നമുക്ക് ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി അതിൽ നിന്ന് കിട്ടി. ഞാനത് തീരെ താഴ്ത്തിയല്ല കട്ട് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? ഈ ഒരു പർട്ടിക്കുലർ ചെടി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ തന്നെ ഞാൻ 2-3 ബ്രാഞ്ചസ് നിർത്തി. ഇതൊക്കെ അത്യാവശ്യം വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിരിക്കുന്നത്. തന്നെയല്ല, ഈ ഒരുപാട് താഴ്ത്തി കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിനൊരു കുഴപ്പം, നമ്മളിത് എടുക്കുമ്പോഴും കറി വെക്കാൻ എടുക്കുമ്പോഴും കുറച്ച് ഹാർഡായിരിക്കും ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മളെ വീട്ടിലെ അമ്മയൊക്കെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ വൈഫൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇത് അരിയുമ്പോൾ ഇത് കളഞ്ഞിട്ട് എന്തായാലും എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടും അത് വേസ്റ്റേജായി പോകുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് കിളിർപ്പുകളിട്ട് മാത്രം നിർത്തുക, എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഉണ്ടല്ലോ, ഏത് ചെടി എടുത്താലും അത് തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കേസിൽ 2 കിളിർപ്പുണ്ട്. അതേസമയം ഞാൻ ഈ തീരെ താഴ്ത്തി ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഈ ഒരു കേസിൽ 100% അത് രക്ഷപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം നമ്മൾ വീണ്ടും പറയുന്നത്. പല കമൻസ് അങ്ങനെ കാണുന്നുണ്ട്. ഈ ഏകദേശം അതിനകത്തൊരു ക്ലാരിറ്റി കിട്ടിക്കാണാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ മുഖം മിന്നായം പോലെ കണ്ടു എന്നൊക്കെ ഒരു യൂസർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ മനഃപൂർവ്വം കാണിക്കാത്തതൊന്നുമല്ല, നമ്മളുടെ ഒരു മുഖം വരണ്ട എന്ന് കരുതി ചെയ്യുന്നതാണ്. നമ്മുടെ മുഖം ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. താങ്കൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ കുറച്ച് പോർഷൻസിലെങ്കിലും ഞാൻ എൻ്റെ ഫേസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ചിലരെ സംബന്ധിച്ച് ഒരു വലിയ ആഗ്രഹം പോലെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.